അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, മുഹിബ്ബീങ്ങളെ, ഷമീമെ മദീന, അതിൻ്റെ കുടുംബങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നല്ല ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്നവരുണ്ട്, പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരുണ്ട്, ഇൽമിനെ മഹബത്ത് വെക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, സഫർ മാസത്തിലെ അവസാനത്തെ ബുധൻ, ഒടുവിലെ ബുധൻ, പഴയ കാലം മുതൽ ഇന്ന് വരെ നമ്മുടെ നാടുകളിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആചാരമാണ്. മദ്രസകളിലും നമ്മുടെ വീടുകളിലും നമ്മുടെ കുട്ടികൾക്കെല്ലാം 7 ആയത്ത്, സലാമിൻ്റെ 7 ആയത്ത്, ഈ 7 ആയത്തുകളിൽ ഏത് മായിച്ച് വെള്ളം കുടിക്കാറുണ്ട്. അല്ലെങ്കിൽ അതിനിക്ക് സൗകര്യമില്ലെങ്കിൽ 7 ആയത്ത് ഓതി മന്ത്രിച്ച വെള്ളം കുടിക്കാറുണ്ട്. അത് എങ്ങനെയാണ് ചെയ്യേണ്ട, രൂപം എങ്ങനെയാണ്, ഏത് തസ്ബീഹാണ് അന്നത്തെ ദിവസത്തിൽ അധികരിപ്പിക്കേണ്ടത്, ഏത് സൂറത്താണ് ഞങ്ങൾ ഓതേണ്ടത്? പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ മുജറബാത്ത് എന്നുള്ള കിതാബിൽ ഇമാം അവറുകൾ പറയുന്നു, 64-ാം പേജ്, അസ്സാമിനു അഷർ, ആ ഹെഡിങ്ങിൽ വദകറ ബഅ്ളുൽ ആരിഫീൻ മിൻ അഹ്ലിൽ കശ്ഫി വത്തംകീൻ, തംകീനിന്റെയും കശ്ഫിന്റെയും ആരിഫീങ്ങളായ ചിലർ പറയുന്നു, നൗ ഫീ കുല്ലി സനത്തിൻ, എല്ലാ വർഷവും 3,20,000 ആഫത്ത്, ബലിയത്ത്, ബലാ ഇറങ്ങും. വകുല്ലു ദാലിക ഫീ യൗമിൽ അർബിയാഇൽ അഖീർ മിൻ ശഹ്രി സഫർ, സഫർ മാസത്തിന്റെ അവസാനത്തെ ബുധനാഴ്ചയാണ്, ഒടുവിലെ ബുധനാഴ്ചയാണ് ഒരുപാട് ആഫത്തുകൾ, ബലാകൾ ഇറങ്ങുന്നത്. അതും ലൗഹുൽ മഹ്ഫൂലിൽ നിന്ന് 1-ാം ആകാശത്തിലേക്ക് നീക്കം ചെയ്യേണ്ടുന്നത് ഓരോ വർഷത്തിലെ സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച അന്നത്തെ രാത്രിയിലാണ്. അന്ന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏത് സൂറത്താണ് ഓതേണ്ടത്, അതാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രിയപ്പെട്ട മുത്തുമോമിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് നമ്മൾ എല്ലാ വീടുകളിലും, നമ്മളും മക്കളും നമ്മുടെ കുടുംബക്കാരെല്ലാം അങ്ങനെയുള്ളതായ ബലിയത്ത്, അങ്ങനെയുള്ള ആഫത്ത്, ബലാ, മുസീബത്ത് ഏൽക്കാതിരിക്കാൻ വേണ്ടി മഹത്തുക്കളായ ഇമാമിങ്ങൾ അവരുടെ കിതാബിൽ പറഞ്ഞ കാര്യമാണ് പറയുന്നത്. എന്താ പറയുന്നത്? 7 സലാമിന്റെ 7 ആയത്തുകൾ. ഓരോ ആയത്തിന്റെ മഹത്വം ഒരുപാടുണ്ട്. അപ്പൊ അന്നത്തെ പകലിൽ മഗ്‌രിബിനോട് തൊട്ടു മുമ്പ് കുറച്ച് സമയം ഞങ്ങൾ ഒരു സൂറത്ത് ഓതാൻ വേണ്ടി സമയം കണ്ടെത്തണം. അന്നത്തെ രാത്രിയിൽ നമ്മൾ ഓതേണ്ടത് സൂറത്ത് യാസീൻ സൂറത്താണ്. യാസീൻ സൂറത്ത് എല്ലാ വസ്തുവിന്റെയും, എല്ലാ ഖുർആനിന്റെ ആർട്ട് എന്നറിയപ്പെടുന്ന പരിശുദ്ധ യാസീൻ. മരിക്കുന്ന സമയത്ത് കുറച്ചും വെള്ളം കൊടുക്കാറുണ്ട്. എന്നാൽ മരിക്കുന്ന സമയത്ത് എല്ലാ മനുഷ്യന്മാരും ദാഹിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ദാഹമില്ലാത്തതായ നിലക്ക് മരിക്കണോ? സൂറത്ത് യാസീൻ ഓതിക്കോ. ഒരുപാട് മഹത്വമുള്ള സൂറത്താണ്. അതെല്ലാം ആഫത്ത്, ബലാൽ ഏൽക്കാതിരിക്കാൻ വേണ്ടി, വരാതിരിക്കാൻ വേണ്ടി, തട്ടാതിരിക്കാൻ വേണ്ടി ഓതേണ്ട സൂറത്താണ് സൂറത്ത് യാസീൻ. സൂറത്ത് യാസീൻ ഓതി സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം
ഈ ആയത്തിനെ 313 തവണ ആവർത്തിക്കണം, ഓതണം. 313 തവണ. പിന്നെ അതിന് ശേഷം യാസീൻ പൂർത്തിയാക്കാം. നമുക്കും നമ്മുടെ കുടുംബത്തിനും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, മുസീബത്തുകൾ ഏൽക്കാതിരിക്കാൻ വേണ്ടി അത് ചൊല്ലുക. അതോടൊപ്പം സ്വലാത്തുൽ മുൻജിയ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മുൻജിയാത്ത് സ്വലാത്തുൽ മുൻജിയ, രക്ഷപ്പെടുത്തുന്നതായ സ്വലാത്ത്, അത് ചൊല്ലാം. എന്നിട്ട് പ്രിയപ്പെട്ട മുത്തുമോമിനീങ്ങളെ, എന്നിട്ട് ശേഷം 7 ആയത്തുണ്ടല്ലോ, സലാമിന്റെ 7 ആയത്ത്. ഇതാണ് സലാമിന്റെ 7 ആയത്ത്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. സലാം, ഇങ്ങനെ സലാം കൊണ്ട് ആരംഭിക്കുന്ന ആയത്ത്. ഈ 7 ആയത്തുകൾ ഒരു പാത്രത്തിൽ, ഒരു പ്ലേറ്റിൽ എഴുതിയിട്ട് അതിനെ മായിച്ചിട്ട് വെള്ളം കുടിക്കാം. അല്ലെങ്കിൽ അതെനിക്ക് സൗകര്യമില്ലെങ്കിൽ ആ 7 ആയത്ത് ഓതാ. തബറുക്കിന് ബർക്കത്തിന് വേണ്ടി ഊതിട്ട് വെള്ളം കുടിക്കുക. എല്ലാ ശരീരത്തിന്റെ രോഗത്തിന്റെ അണുക്കൾ, ഖുർആൻ ഏറ്റവും വലിയ മരുന്നാണല്ലോ, ഏറ്റവും വലിയ മരുന്നാണ് ഖുർആൻ. ഓതി എത്ര മനുഷ്യന്മാർക്ക്, സുഖമില്ലാത്ത മനുഷ്യന്മാർക്ക്, എത്രയോ മനുഷ്യന്മാർക്ക് രോഗങ്ങൾ സുഖപ്പെട്ടിട്ടുണ്ട്. ക്യാൻസർ പോലും, രോഗം പോലും പരിശുദ്ധ ഖുർആൻ അത് മരുന്നാണ്. അതുകൊണ്ട് ഈ സലാമിന്റെ 7 ആയത്ത്. എന്നാൽ അന്നത്തെ പകലിൽ പ്രിയപ്പെട്ടവരെ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ 450 പ്രാവശ്യം ഇതിനെ പറയാം, ചൊല്ലാം. വല്ലാത്തൊരു ദിക്റാണത്. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ പരിശുദ്ധ ഖുർആനിലുള്ള തസ്ബീഹാണ്, ആയത്താണ്. ബദരീങ്ങൾ ചൊല്ലിയതായ തസ്ബീഹാണ്. എല്ലാ ശത്രുക്കളെയും പരാജയപ്പെടുത്തുന്ന തസ്ബീഹാണ്. ഹസ്ബുനല്ലാഹ്, എനിക്ക് മതി, അല്ലാഹ് മതി, എനിക്ക് അല്ലാഹു മതി. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അതാ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് പറയുന്ന ബൈത്ത് കേൾക്കുന്നുണ്ടല്ലോ. ഹസ്ബുനല്ലാഹ്, നമുക്ക് മതി, അല്ലാഹ് മതി. ആ തസ്ബീഹ് 450 പ്രാവശ്യം ചൊല്ലാം. അതത് പ്രകാരം, എണ്ണപ്രകാരം തെറ്റാതെ പറയാം. ഓരോ അതതിനിക്കും എണ്ണത്തിനിക്കും അതിൻ്റെ പിന്നാലെ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. ഓരോ അതതിനിക്കും രഹസ്യങ്ങളുണ്ട്. 33 പറയണമെങ്കിൽ 33 തന്നെ പറയണം. അത് 34 ആവാൻ വേണ്ടി പറ്റൂല. 450 പ്രാവശ്യം ഈ സ്വലായി തസ്ബീഹ് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ മോതിരമുണ്ടായിരുന്നു. മോതിരം വെക്കൽ സുന്നത്താണല്ലോ. മോതിരം ഏത് കല്ലാണ് മോതിരം വെക്കൽ? ഈ മോതിരത്തിന്റെ ഏത് കല്ലാണ് വേണ്ടത്? അത് കഴിഞ്ഞ മറ്റേ ക്ലാസ്സിലുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ് ഒന്ന് കേൾക്കാം. മോതിരത്തിന്റെ കല്ല് ഏത് കല്ല് വെച്ചാലാണ് ഏറ്റവും നല്ല കല്ല്? എന്നാൽ മോതിരത്തിന്റെ കല്ലിൽ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു എഴുതി പിടിപ്പിക്കുമായിരുന്നു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഒരുപാട് ശിഷ്യന്മാർ, ഒരുപാട് ആൾക്കാർ ചോദിച്ച്, എന്താ തങ്ങളെ നിങ്ങളുടെ മോതിരക്കല്ലിൽ അങ്ങനെ എഴുതിയത്? ഞാൻ എഴുതാനുള്ള കാരണം പരിശുദ്ധ ഖുർആനിലുള്ള ഒരു ആയത്താണ്. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ആയത്തിന്റെ അവസാന ഭാഗം ഫൻഖലബൂ. അവർ ആ തസ്ബീഹ് ചൊല്ലതിന്റെ കാരണം കൊണ്ട് ഒരുപാട് നിഅമത്തുകളെ കൊണ്ടാണ് അവർ മടങ്ങിപ്പോയത്. ഒരുപാട് അനുഗ്രഹങ്ങൾ വരുത്തിക്കൂട്ടാൻ, കോടാനക്കോടി ഒരുപാട് അനുഗ്രഹങ്ങൾ, നിഅമത്തുകൾ വാരിക്കൂട്ടാൻ വേണ്ടി, പറയാൻ വേണ്ടി പറ്റുന്ന തസ്ബീഹാണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ.
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീകുണ്ടാരത്തിലേക്ക് ഇടാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ നമ്രൂദ്, നിങ്ങൾക്കറിയാം, അപ്പോഴാണ് നസലൽ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് ഇബ്രാഹിം നബിയോട് ചോദിക്കുന്നു, നിനക്ക് എന്ത് ആവശ്യം പറ. അപ്പു പറഞ്ഞ്, എനിക്കെന്റെ ആവശ്യമില്ല. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, എന്നെ അല്ലാഹു രക്ഷപ്പെടുത്തും. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, അങ്ങനെ പറയാം. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, എനിക്ക് അല്ലാഹ് മതി, അല്ലാഹ് മതി. അല്ലാഹു എന്നുള്ള ചിന്ത മനസ്സിൽ വേണം. അല്ലാഹ് മതി. മൻ ദക്കറല്ലാഹ ഖലസ, അതാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി ഇമാം പറഞ്ഞത്. മൻ ദക്കറല്ലാഹു, അല്ലാഹുവിന്റെ ഓർമ്മ ഒരാളുടെ മനസ്സിൽ വന്നാൽ ഖലസ, അവൻ രക്ഷപ്പെട്ടു. അള്ളാന്റെ ചിന്ത വേണം എല്ലാ അവസരത്തിലും. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത്, നിസ്കാരത്തിൽ ഖുശൂ കിട്ടുന്നില്ല, ഭയഭക്തി കിട്ടുന്നില്ല. അനക്ക് നന്നാവണം എന്നുള്ള ആഗ്രഹമുണ്ട്, എന്നാൽ ഇങ്ങനെ നിസ്കരിക്കണമെന്ന് കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുത്തുമോമിനീങ്ങളെ, ആ ഒടുവിലെ ബുധനാഴ്ച അങ്ങനെയുള്ള അദാബ്, അങ്ങനെയുള്ള മുസീബത്തുകൾ ഏൽക്കാതിരിക്കാൻ വേണ്ടി ഈ സൂറത്തും ഈ ദിക്റും ഈ സലാമിൻ്റെ 7 ആയത്തും സലാത്തുൽ മുൻജിയ ഈ സലാത്തു ചൊല്ല അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. റഹ്മാനായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ്, സാധുക്കളായ ഭാവികളായ ഒരുപാട് അടിമകൾ, ഒരുപാട് മോമിനീങ്ങൾ, ഒരുപാട് മോമിനാത്തുകൾ നിന്നിലേക്ക് ഉയർത്തിയതായ കൈ നീ അവരെ കാണുന്നുണ്ട് അല്ലാഹ്. ഞങ്ങൾക്കെന്നുള്ള ബോധമുണ്ട്, അറിയുന്നവനാണ്. ഒരു അഡ്രസ്സിൻ്റെയും ആവശ്യമില്ല. എല്ലാവരും ഉയർത്തിയതായ കൈകൾ അല്ലാഹ്, അവരുടെ മനസ്സിൽ എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ടാണോ ഇരുന്നത് കേട്ടത് അല്ലാഹ്, അവർക്ക് നീ വിജയം നൽകണേ റഹ്മാനേ. നാഫിയായ ഇൽമ് നൽകണേ അല്ലാഹ്. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. എല്ലാ ആഫത്ത്, ബലാല്, മുസീബത്ത്, കണ്ണീര്, എല്ലാ ബുദ്ധിമുട്ടുകളും നീക്ക് നല്ല സന്തോഷം നൽകണേ റഹ്മാനേ. സുഖമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അല്ലാഹ്, പരിപൂർണമായ അജിലായ മുസ്തമിറായ ശിഫ നൽകണേ അല്ലാഹ്. ശിഫ നൽകണേ റഹ്മാനേ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫളലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.